പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പോസ്റ്റ് റീലുമായിട്ട് വരുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയാനാണ്. അതായത് മലയാളത്തിലെ ചില മുൻനിര യൂട്യൂബേഴ്സ്, മറുനാടൻ മലയാളിയുടെ നേതൃത്വത്തിൽ, ഷാജൻ സ്കറിയയുടെ നേതൃത്വത്തിൽ, ജേർണലിസ്റ്റ്, ITI, പിന്നെ കുറേ തുകട പാർട്ടീസ് എല്ലാം കൂടെ കൂടി രാഹുൽ മാങ്കൂട്ടത്തെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പം തിരക്കിലാണല്ലോ, അദ്ദേഹത്തിന് ഒത്തിരി അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തെ വെട്ടിച്ചുകൊണ്ട് തന്നെ കേസുകൾ തേച്ചു മായ്ച്ച് കളയാനും അവനെ തിരികെ പാർട്ടിയിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. തുരിതുര വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ടുള്ളവർക്ക് ഇത് ശരിക്ക് ചുമ്മാ കയ്യും കിട്ടുമെന്ന് കണ്ടിരിക്കാനൊക്കെയില്ല. ധാർമ്മിക ബോധമുള്ള, കുറേയൊക്കെ ആദർശമുള്ള, ഞങ്ങൾ കുറച്ച് പക്വതയും പ്രായമുള്ള കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്. അവർക്ക് ഇതുപോലൊരു കുറ്റവാളിയെ കേസുകൾ തീരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള കേസുകളുടെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അകത്ത് വരുത്താൻ ശ്രമിക്കുന്നത് നമുക്കിത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിയമവിശാരദനായ ഷാജനോടും നിയമ വിദഗ്ധരോടൊക്കെ എനിക്ക് പറയാനുള്ള ചില കാര്യമുണ്ട്. നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പഴയ CRPCക്ക് പകരമുണ്ട്. അതിൻ്റെ BNSS 239 വകുപ്പിലെ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ട്രയലിനിടയ്ക്ക് പോലും, ട്രയൽ തീരുന്നതിന് മുമ്പ് ഏത് സമയത്തും സ്വമേധയാ കോടതിക്ക് തെളിവുകൾ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി കേസിൽ ചേർക്കാൻ കഴിയും. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടാലും ചെയ്യാം, സുവമോട്ട് പോലും ചെയ്യാം എന്നാണ് പറയുന്നത്. അത് പബ്ലിക്കിൽ പ്രചരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ. പിന്നെ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് കൊടുക്കാം. BNSS 193 9ാം ഉപവകുപ്പ് പ്രകാരം നമുക്ക്, അതായത് അഡീഷണൽ സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് കൊടുക്കാം. പിന്നെ BNSS 348 പ്രകാരം പവർ ടു സമൺ ഓർ റിക്കോൾ എനി പേഴ്സൺ ആസ് എ വിറ്റ്നസ് ഓർ ഓർഡർ ദ പ്രോസിക്യൂഷൻ order the production of documents at any stage of the trial. The judge is legally bound to do this if the evidence is essential to a just decision. അത് ഒരു സംഗതി. ഇനി BNSS 94 പ്രകാരം എനി പാർട്ടി ടു ദ ട്രയൽ ക്യാൻ റിക്വസ്റ്റ് ദ കോർട്ട്, അത് ഇരയുടെ ഭാഗമാണ് വരുന്നത്, ടു ഓർഡർ ദി പ്രൊഡക്ഷൻ ഓഫ് എ ഡോക്യുമെൻറ്റ്, ഇലക്ട്രോണിക് ഡിവൈസ് ഓർ അതർ തിങ്സ് നെസസറി ഫോർ ദി ട്രയൽ. ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മാങ്കൂട്ടവും ഇരയും തമ്മിൽ വൈറലായ ഒരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ. മലയാളികൾ ഒത്തിരി പേരത് കണ്ടു കാണുമല്ലോ. മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ടേഴ്സും എതിരുള്ളവരും എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പം അത് ഏതാണ്ട് 15-16 മിനിറ്റോളം വരുന്നതാണ്. അത് ഈ കേസിലെ ഒരു നിർണായക തെളിവായി മാറാൻ പോവുകയാണ്. അത് ഇതുവരെ പ്രോസിക്യൂഷൻ കേസിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആസ് ആൻ എവിഡൻസ്. പക്ഷേ അത് എവിഡൻസായിട്ട് വരും. ഇല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ടുള്ള ജീവിച്ചിരിക്കുമ്പോൾ അത് എവിഡൻസ് ആക്കിയിരിക്കും, അതിനൊരു സംശയമില്ല. അത് സംബന്ധമായ ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാങ്കൂട്ടും അയാളിൽ നിന്ന് ഗർഭിണിയായ അയാളുടെ ഇരയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ 15 മിനിറ്റിലേറെ വരുന്ന വൈറലായ ഭാഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഭൂരിപക്ഷം മലയാളികളും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. മാങ്കൂട്ടം ആ സംഭാഷണം തൻ്റേതല്ലെന്ന് ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. ഇരയായ യുവതി അഭിനയിക്കുകയാണെന്ന് മാത്രമാണ് അവൻ അതേപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ താനും അവളും തമ്മിലുണ്ടായിരുന്ന ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും താൻ ഇന്ത്യയിലെ നിയമങ്ങൾക്കെതിരായി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുമാണ് അവൻ എപ്പോഴും സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെ. മാങ്കോഴിയുടെ അർത്ഥശൂന്യമായ വാദത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടാനാണ് ഇവിടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ ഫോൺ സംഭാഷണം കോടതിയിൽ തെളിവായി ഇതുവരെ സമർപ്പിക്കപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ വിചാരണ വേളയിൽ എപ്പോൾ വേണമെങ്കിലും ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ടുള്ളവരെ അത് സമർപ്പിക്കുന്നതുവരെ പോരാടിയിരിക്കും. അതിൻ്റെ നിജസ്ഥിതി ശാസ്ത്രീയമായി അങ്ങനെ സമർപ്പിക്കുമ്പോൾ നിജസ്ഥിതി ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ പ്രയാസമില്ലല്ലോ. പിന്നെ ഈ കേസിലെ നിർണായക ഒരു തെളിവ് തന്നെയായി ആ ഫോൺ സംഭാഷണം മാറുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്നെക്കൊണ്ടുള്ളവർക്ക് ഉറപ്പുണ്ട്. അവൻ്റെ ഫോണും രണ്ടുപേരുടെയും ശബ്ദവും ശാസ്ത്രീയമായി പരിശോധിച്ച് നിജസ്ഥിതി തിട്ടപ്പെടുത്താൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഒന്ന്, പ്രസ്തുത സംഭാഷണത്തിൻ്റെ ഓഡിയോയിലുള്ള ഭാഗം തുടങ്ങുന്നത് തന്നെ 3 പച്ചത്തെറി അഥവാ ആഭാസ വാക്കുകളോടെയാണ്. അത് 3 ആ യുവതിയുടെ സ്ത്രീത്വത്തെ തികച്ചും ഹീനമായി അപമാനിക്കുന്നതും ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 759 അതിഗുരുതരമായ ലംഘനവുമാണ്. ഈ ഓഡിയോയിൽ പലയിടത്തും ആ യുവതിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അത്തരം ഒട്ടനവധി വാക്കുകൾ മാങ്കോഴി ഉപയോഗിക്കുന്നുണ്ട്. 2, BNS സെക്ഷൻ 84 അനുസരിച്ച് വിവാഹിതയായ ഒരു പെൺകുട്ടിയെപ്പോലും വാഗ്ദാനങ്ങൾ നൽകി വശീകരിക്കുന്നത്, എൻറ്റൈസ് ചെയ്യുന്നത് കുറ്റകരമാണ്.
താഴെ പറയുന്ന ഈ ഓഡിയോയിലെ സംഭാഷണ ഭാഗങ്ങൾ ഈ വാഗ്ദാനം നൽകി വശീകരിക്കൽ എൻറ്റൈസിങ് തെളിവായിട്ട് ഉണ്ട്. അവർ വിവാഹ ജീവിതത്തെക്കുറിച്ചാകുമല്ലോ മാങ്കോടി തന്നെ പറയും പോലെ ഒരുമിച്ച് പ്ലാൻ ചെയ്തത്. മാങ്കോടി സെൻറ്റൻസിൽ തന്നെ കേൾക്കുക. കുട്ടി പറയാണ്, ഫേക്ക് സ്നേഹനാടകം കളിച്ച് എൻ്റെ ലൈഫിൽ വന്നു. ഉടനെ അവൻ തിരിച്ച് പറയാണ്, എടോ നമ്മളിങ്ങനെയാണോ പ്ലാൻ ചെയ്തത്, താൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നോട്? അപ്പോൾ പ്ലാൻ ചെയ്തു എന്നുള്ള ഉറപ്പാണ്. ഒരു കാമുകനും കാമുകയും തമ്മിൽ പ്ലാൻ ചെയ്യുന്നത് എന്തായിരിക്കും നമുക്കറിയാമല്ലോ, ഭാവി ജീവിതത്തെപ്പറ്റി, വിവാഹ ജീവിതത്തെപ്പറ്റി. താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്നേഹമൊക്കെ അഭിനയിച്ച് എൻ്റെ ലൈഫിലോട്ട് വന്നിട്ട് എന്നെ ഇമോഷണലി താനുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആക്കി മാറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പറയുകയാണ്. 3. BNS 89 അനുസരിച്ച് ഗർഭിണിയായ അമ്മയുടെ പൂർണ്ണ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതോ അതിനെ നിർബന്ധിക്കുന്നതോ കുറ്റകരം. യുവതി ഗർഭം അലസിപ്പിക്കുന്നതിന് തികച്ചും എതിരായിരുന്നെന്നും ആ കുഞ്ഞിനെ വളർത്താൻ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും നിസ്സംശയം പറയാവുന്ന തെളിവുകൾ ഈ സംഭാഷണത്തിലുണ്ട്. 1. അത് ഒരു സെൻറ്റൻസ്. ആ സ്ത്രീ പറയുകയാണ്, ആ യുവതി പറയുകയാണ്, ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല, താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ഒരിക്കലും ചെയ്യില്ല. എന്നിട്ട് പറയുകയാണ്, അതിപ്പോൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വലിയൊരു ഭാഗമാണ്, എനിക്കതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ കൊണ്ടുവരത്തില്ല. പുറത്ത് പോയിട്ട് ഇവൾ പറയുകയാണ്, പുറത്ത് പോയിട്ട് ഞാൻ അവിടെ ജീവിച്ചോളാം, അപ്പം നീ പിന്നെ അതിനെ വളരുമ്പോൾ ഞാൻ കൊണ്ടുവരത്തില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിന് പറയും, കൊണ്ടുവരത്തില്ല, ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ കൊന്നു കളയുമെന്ന് എനിക്കറിയാം. ഉടനെ ഇവൻ പറയാം, താൻ ഇത്രയും പ്രാക്ടിക്കലായ ഒരാൾ, ബാക്കിയുള്ള സ്ത്രീകളുടെ ആ പെൺകുട്ടി പറയുകയാണ്, താൻ ഇത്രയും പ്രാക്ടിക്കലായ ഒരാൾ, ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ്ങാണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തനിക്ക് തൻ്റെ ഫ്യൂച്ചർ, തൻ്റെ ജീവിതം, തൻ്റെ കാര്യം, എല്ലാം തൻ്റെ കാര്യം, അതുമാത്രം. അവർ തുടരുകയാണ്. 3. ഞാനൊരു കാര്യം പറയട്ടെ, എന്നേക്കാൾ ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് എൻ്റെ സ്നേഹമാണ്, തൻ്റെ പോലത്തെ സ്നേഹമല്ല. 4. യുവതി പറയുന്നതാണ്, മാർച്ച് 17-ാം തീയതി താൻ എൻ്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്തു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലോങ് ലീവ് എടുത്തു. അവരുടെ കൂടെ വന്നു നിന്നു. അവരുടെ എന്ന് പറഞ്ഞ കൂട്ടുകാരുടെ കൂടെ ബെഡിൽ നിന്ന് ഏക്കാതെ കിടന്ന് എന്നെ ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരാണ് ഏറ്റവും സ്ട്രഗിൾ ചെയ്തത്. അവരോട് ഞാൻ ഇപ്പോഴും മറച്ചു വയ്ക്കുകയാണ് എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചെന്ന്. പക്ഷേ അതാരാണെന്നറിയാനുള്ള അവകാശം അവർക്കുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തോ, ഇങ്ങനൊന്നും ചെയ്യരുത്, ഓപ്പോസിറ്റ് നിൽക്കുന്നത് മനുഷ്യരാണെന്ന ചിന്ത വേണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മാർച്ച് 17-ന് എന്താണ് സംഭവിച്ചതെന്ന് ഈ ഓഡിയോയിൽ വ്യക്തമല്ല. അവനും പറയുന്നില്ല, ആ പെൺകുട്ടിയും വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ സംഭവിച്ചു എന്നുള്ള ഉറപ്പ്, അല്ലെ അവൻ അതിനെ എതിർത്ത് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ. അപ്പോൾ മിക്കവാറും അബോർട്ട് ചെയ്യാനുള്ള നിർബന്ധിക്കലോ അതുമല്ല അതിനുള്ള ബലപ്രയോഗങ്ങളോ ആണ് അവിടെ നടന്നിരിക്കാൻ സാധ്യത. എന്തായാലും ആ യുവതിയുടെ മനസ്സാകെ തകർത്ത എന്തോ ഗുരുതരമായ സംഭവം നടന്നിരിക്കുന്നു. അതവൾ പറയുമ്പോൾ അവനെ നിഷേധിക്കുകയോ അതിനെ എതിർത്ത് സംസാരിക്കുകയോ ചെയ്യുന്നില്ലെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. 4. BNS 359 ഉപവകുപ്പ് 3 ആത്മഹത്യാ ഭീഷണിയും വധഭീഷണിയും. ഓഡിയോയുടെ 10 മിനിറ്റ് 3 സെക്കൻഡ് വരുന്ന ഭാഗത്ത് അവൻ്റെ ആത്മഹത്യാ ഭീഷണി വരുന്നു. സത്യമായിട്ടും ഇതങ്ങനെ പോവുകയാണ്, ഉറപ്പായിട്ടും ഞാൻ സൂയിസൈഡ് ചെയ്യും, വെറുതെ എന്നോട് പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട, ഉറപ്പായിട്ടും. അടുത്ത് പിന്നെ പറയാം, യുവതി പറയുകയാണ്, എന്നെ സ്നേഹം കൊണ്ടല്ല കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം, എനിക്ക് എന്തേലും കലക്കി തന്ന് കൊല്ലാനാണോ? അവൻ പറയുകയാണ്, എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്? എന്നാൽ കൊന്നേരം, അതാണ് നല്ലത്. എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്? അതെനിക്ക് ഏറ്റവും സേഫായ കാര്യം. എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എന്ത് സമയം വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ട് പോകുമ്പോൾ താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, തനിക്ക് കൊല്ലാനാണ് തോന്നുന്നു വെച്ചാൽ കൊല്ലേ. അപ്പോൾ ഇവൻ ആത്മഹത്യാ ഭീഷണിയും മറു സൈഡിൽ കൂടെ വധഭീഷണി ഇൻഡയറക്റ്റായിട്ട് അവൻ പുറപ്പെടുകയാണ്. പിന്നെ അവൻ പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാമെന്ന് ഇവൻ പറയുമ്പോൾ ഗർഭമുണ്ടാക്കലോ അലസിപ്പിക്കലോ ഇവന് പരിചിതമായ പണികളാണെന്ന് വ്യക്തമല്ലേ? അവൻ പറയുകയാണ്, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമല്ലോ, അതല്ല അതിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ടാണ് നീ ആലോചിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവനിതൊക്കെ തറോ ബ്രെഡാണ്, പല ഗർഭങ്ങളും ഇതുപോലെ അവൻ അലസിപ്പിച്ചിട്ടുണ്ട്. 6. ഇവൻ്റെ തികഞ്ഞ സ്വാർത്ഥത കാണിക്കുന്ന ഭാഗമാണ് അടുത്തത്. നിന്നെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ടല്ല, എന്നെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് പറയണേ, എന്നെ ബാധിക്കാതിരുന്നാൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? തനി സ്വാർത്ഥത. ഒരു സ്വന്തം കുഞ്ഞവിടെ വയറ്റിൽ കിടക്കുമ്പോഴേ ഇവന് സംസാരിക്കുന്ന ഓർക്കണം. 7. യുവതിയുടെ ഗർഭം തൻ്റേതല്ലെന്ന് ഒരിടത്തും അവൻ പറയുന്നില്ല ഈ സംഭാഷണത്തിനിടയിൽ. അവൻ്റെ വാക്കുകൾ അതിൻ്റെ ഉത്തരവാദി അവൻ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. 1. അവൻ പറയുന്നത്,
അവർ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് പറയണമെന്ന് മാത്രമാണ്. ആ പെൺകുട്ടി പറയുകയാണ് അവരുടെ കൂട്ടുകാരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്, അന്നേരം തൊട്ടല്ലേ എന്നെ ബാധിക്കുന്ന വിഷയം. അപ്പോൾ അവൾ പറയുന്നു ഇത് രണ്ടും കൂടെ എങ്ങനെ അവർക്ക് അല്ല അവൻ പറയുകയാണ് സോറി പെൺകുട്ടി പറയാം ഇത് രണ്ടും കൂടെ എങ്ങനെ അവർക്ക് പേരറിയണമെന്ന് പറയുന്നു, അത് എന്നെ ബാധിക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവനാണ് പറയുന്നത് അവർക്ക് പേരറിയണമെന്ന് പറഞ്ഞാൽ അവരോട് പേര് പറഞ്ഞ് എന്നെ ബാധിക്കത്തില്ലെന്നും പറയുന്നു, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ അവരോട് പേര് പറഞ്ഞാൽ അവനെ ബാധിക്കും, അവൻ്റെ പേരാ പറയുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ആ പെൺകുട്ടി പറയാണ് ഞാനപ്പോൾ അവരോട് പേര് പറയാം. ഉടനെ ഇവൻ പറയാം എന്നിട്ട് അന്നേരം എന്നെ ബാധിക്കത്തില്ലേ? സിമ്പിൾ. അവൻ ആ കുട്ടിയുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി അവൻ തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ് എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? അവൻ പറയുന്നതിന് മറുപടി പറയുന്നത് ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനി ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നെന്നോ. ഇനി 8 ഈ ഓഡിയോയിൽ ഉടനീളം അവൻ പല അടവുകൾ മാറി മാറി അതിവേഗം പയറ്റുന്നത് കാണാം. സ്വതേ കൗശലക്കാരനും ക്രിമിനലുമായി ഒരുവന് മാത്രമേ നിമിഷം കൊണ്ട് ഇതുപോലെ മാറി മാറി പല അടവുകളും പ്രയോഗിച്ചു നോക്കാൻ കഴിയൂ. അവനിടയ്ക്ക് ഹിസ്റ്റീരിക്കായി പെരുമാറാറുണ്ട് എന്ന് സംശയിക്കാം. എടോ എനിക്ക് തന്നെ ഒന്ന് പറയുന്നത് കേട്ടോ, എടോ എനിക്ക് തന്നെ ഒന്ന് കാണണം. അപ്പോൾ അവൻ പറയുന്നത് എടോ എനിക്ക് സോറി അപ്പം ഇവിടെ പറയുന്ന കേട്ടില്ലേ, എടോ എനിക്ക് തന്നെ ഒന്ന് കാണണം. അവൾ ചോദിക്കുക എന്തിന്? എടോ എനിക്ക് തന്നെ തലയൊക്കെ പൊട്ടിപ്പൊളിയുക, സീരിയസ്ലി തലയൊക്കെ പൊട്ടിപ്പൊളിയുക, പറ്റുന്നില്ല ഇങ്ങനെ അവൻ പറയുന്നത്. അപ്പം ഇത് വളരെ ചുരുക്കി ഞാൻ പെട്ടെന്ന് ചെറിയ റീലായിട്ട് ചെയ്തതാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ഞാനിതിനകത്ത് പറയുകയാണ്. ഇത് അല്പമെങ്കിലും മനസ്സാക്ഷി, അല്പമെങ്കിലും ആദർശം, അല്പമെങ്കിലും ധർമ്മബോധമുള്ള ഇതൊന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. വൈറലായ ആ ഫോൺ സംഭാഷണം നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം വീണ്ടും. അത് ഇങ്ങനെയാണ് കേസിൻ്റെ സിറ്റുവേഷൻ. ഇവർ കൂട്ടത്തോടെ പിടിച്ചാലും ആ ഫോൺ സംഭാഷണം ഈ കേസിൽ വന്നിരിക്കും. ഇവൻ രക്ഷപ്പെടാനും പോകുന്നില്ല. ഇവൻ്റെ ക്രിമിനലിസത്തിൻ്റെ നല്ല ഒത്തിരി തെളിവുകൾ ഞാൻ പറഞ്ഞല്ലോ 4-5 വകുപ്പുകൾ ഈ കേസിൽ കിടക്കുകയാണ്. ഇത് ആയിക്കോട്ടെ. അപ്പം BNSS ഒക്കെ ശരിക്കൊന്ന് പഠിച്ചിട്ടെ. BNSS 239, 193 ഉപവകുപ്പ് 9, 348, BNSS 94 ഇതൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ ഇത് ശ്രോതാക്കളും ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇനി കാണാം. അത് ഹൗ സ്റ്റാർട്ടഡ് ദി ഫൈറ്റ്. മറുനാടനെ ബി ചാലഞ്ച്, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ ലൈക്ക്. പിന്നെ ഒരൊറ്റ ആശ്വാസമേ ഉള്ളൂ, VDS ഇതിന് ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യുകയില്ലെന്ന്. ഇത് രണ്ടും ആണ് നമുക്കിപ്പോൾ ഇവിടെ അല്പമെങ്കിലും ആശ്വാസമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഗവൺമെൻറ് സൈഡിലെ കോടതിയുടെ കാര്യം കോടതി നോക്കണം. സുപ്രീം കോടതി ചെന്നപ്പോഴേ ഈ കേസ് ഇരകൾക്കെതിരെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ദീപ ജോസഫിനെ എടുത്തിട്ട് സുപ്രീം കോടതി കുറഞ്ഞു അവർക്കെതിരെ കേസെടുക്കാൻ വരെ തുടങ്ങിയതാണ്. അപ്പം സുപ്രീം കോടതി ഇതിനെ എങ്ങനെ കാണുന്നു നമുക്ക് ഊഹിക്കാമല്ലോ. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ മണ്ടന്മാരല്ലോ. ഓക്കെ, ഇവിടെ രാഹുൽ മാങ്കൂട്ടും മറുനാടനും ജേർണലിസ്റ്റും ഐറ്റുവൈക്കാരനും എല്ലാം എടുക്കരുത്. ഓക്കെ, ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. നിങ്ങൾ ധാർമ്മിക ബോധമുള്ള ആദർശബോധമുള്ള മലയാളികളുടെ പിന്തുണ ആ ഇരകളുടെ കൂടെ കാണണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറുനാടൻ്റെ മകളോ ജേർണലിസ്റ്റിൻ്റെ മകളോ ഭാര്യയോ അമ്മയോ സഹോദരിയോ, മറുനാടൻ്റെ അവന് ഭാര്യയുണ്ട്, ഒരു മകളോ ഉണ്ട്, മകളോ അമ്മയോ, ITIക്കാരൻ്റെ ഭാര്യയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മകളോ സഹോദരിയോ ഈ ഇരയുടെ സ്ഥാനം, ഈ പെൺകുട്ടിയുടെ സ്ഥാനത്തായിരുന്നു ഇവന്മാരിങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഭരതനാടനൊരു മകളുണ്ടെന്ന് അവൻ ഓർത്തിട്ട് അമേരിക്കയിലുണ്ട്. ഭരതനാടൻ്റെ ഭാര്യ നാഷണൽ ഹൈജീം ഇതായിരുന്നു. ഓക്കെ, പക്ഷെ അവൻ അവന് ചെയ്യുന്നതിൻ്റെ എല്ലാം തിരിച്ചടിക്കും. ആ പെൺകുട്ടിയുടെ ശാപം ഈ ഫോൺ സംഭാഷണത്തിൽ അവൾ എന്തുമാത്രം മനോവ്യഥ അനുഭവിച്ചു, എന്തെല്ലാം ട്രോമയിൽ കൂടി കടന്നു പോയെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കണം കേട്ടോ. അല്പം ഇങ്ങനെ മനസാക്ഷിയുള്ള മലയാളികൾ. ഞാൻ അടുത്ത ദിവസം അതും ഇടാം തീർച്ചയായിട്ടും.